ഓം സായിറാം. എല്ലാവർക്കും സായി കൃപാവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ബാബ മിറാക്കിൾ നടന്നത് ശാന്താറാം എന്ന് പറയുന്ന ഒരു ബാബ ഡിവോട്ടിക്ക് 1957 നടന്ന ഒരു മിറാക്കിളിനെ കുറിച്ചാണ്. ശാന്താറാം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഗോവയിലായിരുന്നു താമസം. അദ്ദേഹത്തിൻ്റെ അച്ഛനെന്ന് പറയുന്നത് ഒരു കർഷകനായിരുന്നു. അപ്പോൾ കർഷക കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. കുഞ്ഞുനാളിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആ കഷ്ടപ്പാടുകൾ മാറ്റണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വളരെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ച് ഒരു ഗവൺമെൻറ് ജോലി സമ്പാദിക്കുകയും അതിൽ ഒരു ഹയസ്റ്റ് ലെവൽ പൊസിഷനിലേക്ക് പോകുന്ന വലിയൊരു ഓഫീസർ റാങ്കിലുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് ബാബ എന്ന് പറയുന്ന വ്യക്തി ബാബയെ അറിയാമായിരുന്നു. കാരണം പൂജാ റൂമിൽ ബാബയുടെ ഒരു ഫോട്ടോ ഉണ്ട്. ഷിർഡി സായിബാബയാണെന്ന് അറിയാം. അത്ര മാത്രമേ അറിവുള്ളൂ ബാബയെക്കുറിച്ച്. കൂടുതലൊന്നും അങ്ങനെ വല്ലാത്ത ഭക്തിയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ 1957 അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും ആക്സിഡൻറ്റിൽ കൈക്ക് സാരമായി പരിക്ക് പറ്റി വളരെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു അദ്ദേഹം. അപ്പോൾ അതിൽ നിന്നും റിക്കവർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൈയുടെ പരിക്ക് സർജറികളൊക്കെ ചെയ്തിട്ടും അത് സുഖമായില്ല. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ ജോലിയെ തന്നെ അത് ബാധിക്കാൻ തുടങ്ങി. കാരണം കയ്യിൽ അസഹനീയമായ വേദന, എഴുതാൻ പറ്റാത്തൊരു സാഹചര്യം, അങ്ങനെയൊക്കെയുള്ള രീതി. വലത് കൈയാണ് പ്രോബ്ലം. അപ്പോൾ അദ്ദേഹത്തിന് ഒട്ടും സഹിക്കാൻ പറ്റാത്ത പെയിനും പിന്നെ ആ കൈ അദ്ദേഹത്തിന് പതിയെ കൈയുടെ ആ ഒരു മൂവ്മെൻറ്റ്സിനെയൊക്കെ അത് ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിനെയൊക്കെ കാണുന്നുണ്ട്. ഒന്നിലും മാറ്റമില്ല. മനസ്സാകെ വിഷമിക്കുന്ന ഒരവസ്ഥ. അങ്ങനെ അദ്ദേഹം മുംബൈയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട്, അടുത്ത ഒരു ഫ്രണ്ടിനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആ ഫ്രണ്ട് അദ്ദേഹത്തിനോട് പറയുകയാണ്, മുംബൈയിൽ ഒരു ഫേമസ് ഡോക്ടറുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാടൊക്കെ പരീക്ഷിച്ചതല്ലേ, നീ മുംബൈയിലേക്ക് വരൂ, നമുക്കിവിടെ പോയി ഈ റിപ്പോർട്ട്സിനെയൊക്കെ ഡോക്ടറിനെ കാണിച്ച് ഡോക്ടർ എന്താണോ ഉപദേശിക്കുന്നത് അതിന് പ്രകാരം നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും ആ ഡോക്ടർ ഒരുപാട് ഇതുപോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു പ്രോബ്ലത്തിന് ഉറപ്പായിട്ടും പരിഹാരം ലഭിക്കും. അങ്ങനെ അദ്ദേഹം ഗോവയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയാണ്. മുംബൈയിലേക്ക് പോകുന്നു. ഫ്രണ്ട് മൊത്തം ആ ഡോക്ടറിനെ പോയി കാണുന്നു. ഡോക്ടർ ഇങ്ങനെ റിപ്പോർട്ട്സൊക്കെ പരിശോധിക്കുകയും ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് എക്സ്റേ ഒക്കെ എടുത്ത് എല്ലാം റിപ്പോർട്ട്സൊക്കെ നോക്കിയതിന് ശേഷം പറയുകയാണ്, ഈ കൈക്കുണ്ടായ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇപ്പോൾ മൂവ്മെൻറ്റ്സിനെ വരെ അത് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ക്യൂർ ചെയ്യാൻ പറ്റുന്നതല്ല. ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഇതിന് ഫലമൊന്നുമില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ ഈ കൈ എടുത്ത് നീക്കം ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് അദ്ദേഹത്തിന് ആദ്യം ഒരു ഷോക്കായിരുന്നു. അദ്ദേഹത്തിന് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഒരു പൊസിഷനിൽ എത്തിയ ഒരു വ്യക്തി അദ്ദേഹത്തിന് ഇനിയുള്ള കാലം ഒരു കൈ ഇല്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒപ്പം അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടറിനോട് വീണ്ടും ചോദിക്കുകയാണ്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുകയാണില്ല, നിങ്ങൾ അടുത്ത ആഴ്ച വന്ന് എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് നെക്സ്റ്റ് വീക്ക് ഒരു ഡേറ്റും കൊടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തിരികെ വരുന്നുണ്ട്. വീട്ടിൽ വന്ന് ഫ്രണ്ടിനോടൊപ്പം വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, അദ്ദേഹം എത്ര കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് കരയാതിരിക്കാൻ പറ്റുന്നില്ല, കരച്ചിലടക്കാൻ പറ്റുന്നില്ല. കണ്ണിൽ നിന്നും ഇങ്ങനെ കണ്ണുനീര് വന്നുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ. അദ്ദേഹത്തിനൊന്ന് അടച്ചൊന്ന് ഉറങ്ങണമെന്നുണ്ട്, പക്ഷേ ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. എങ്ങനെയോ കരഞ്ഞ് തളർന്നുറങ്ങുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലെത്തി ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹം അവിടെ വെച്ചൊരു സ്വപ്നം കാണുകയാണ്. സ്വപ്നത്തിൽ കാണുന്നത് ബാബയാണ്. ബാബ അദ്ദേഹത്തിനോട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, നീ എത്രയും പെട്ടെന്ന് ഇനി ഒട്ടും വൈകിക്കാതെ ഷിരിഡിയിലേക്ക് വരൂ എന്ന് പറയുന്ന ഒരു സ്വപ്നം. അപ്പോൾ അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അങ്ങനെ ബാബ എന്നുള്ള ഒരു ഡിവോട്ടിയോ ബാബയെ സദാ ഇങ്ങനെ ഓർക്കുന്ന ഒരാൾ പോലുമല്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ബാബ എൻ്റെ സ്വപ്നത്തിൽ വന്നത് എന്ന് പറഞ്ഞ് ഫ്രണ്ടിനോട് പറയുകയാണ്. ഇവിടെ നിന്ന് ഷിരിഡി എത്ര ദൂരെയാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് ഫ്രണ്ടിന് അത്ര അറിവില്ല. അപ്പോൾ ഒരുപാട് പേരോട് ചോദിച്ച് അദ്ദേഹം ഷിർഡിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കോപ്പർഗാവൂൺ, നമ്മൾ സച്ചരിത്രയിൽ ഒരുപാട് കേട്ടിട്ടുള്ള സ്ഥലമാണ്. കോപ്പർഗാവൂണിൽ രാത്രി 2 മണിക്ക്, രാത്രിയല്ല വെളുപ്പാങ്കാലം 2 മണിക്ക് അദ്ദേഹം പോയി ആ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. ആരുമില്ല സ്റ്റേഷനിൽ, ആളുകളൊന്നും അങ്ങനെയില്ല. ഷിർഡിയിലേക്കുള്ള വഴിയും അദ്ദേഹത്തിന് അത്ര നിശ്ചയമില്ല. അങ്ങനെ അദ്ദേഹം സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ടോങ്കോ വരികയാണ്. അതിലിരുന്ന ആൾ ചോദിക്കുകയാണ് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശാന്താറാം പറയുകയാണ് എനിക്ക് ഷിർഡിയിലേക്കാണ് പോകേണ്ടതെന്ന് പറയുമ്പോൾ അദ്ദേഹം ടോങ്കോയിലേക്ക് കയറാൻ പറയുകയാണ്. അങ്ങനെ അദ്ദേഹം ശാന്താറാമിനെ ഷിർഡിയിലേക്ക് ഇറക്കുന്നു. ഷിർഡിയിൽ ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ലഗേജുകളൊക്കെ എടുത്തു വെച്ചിട്ട് ആദ്യം എത്ര രൂപയാണെന്ന് ചോദിക്കുന്ന സമയത്ത് പൈസ പറയുന്നുണ്ട്. അത് കൊടുത്ത നിമിഷം തന്നെ അദ്ദേഹം അവിടെ നിന്ന് ആ ടോങ്കോയും എടുത്ത് പെട്ടെന്ന് തന്നെ പോവുകയാണ്. ആ കൊണ്ടിറക്കിയ വ്യക്തി ഒരു നന്ദി പോലും അദ്ദേഹത്തിന് പറയാൻ പറ്റിയിരുന്നില്ല. അതിനുമുമ്പ് അദ്ദേഹം പോവുകയും ചെയ്തു, ആ പൈസയും വാങ്ങിയിട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഷിർഡിയിൽ പോകുന്ന സമയം അവിടെ ഷിർഡി മന്ദിർ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് നാളെ രാവിലെ കുറച്ച് പൂക്കളുമായി പോയി ബാബയുടെ സമാധി ദർശിച്ച് ബാബയോട് അപേക്ഷിക്കാം എൻ്റെ ഈ അവസ്ഥയെപ്പറ്റി എന്ന് പറഞ്ഞ് രാവിലെ
നട തുറക്കുന്ന സമയത്ത് കുറച്ച് പൂക്കളുമായി പോയി ബാബയുടെ മുന്നിൽ നിന്നും കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ബാബ, എൻ്റെ കൈ ഇങ്ങനെ നീക്കം ചെയ്യണമെന്നാണ് ഡോക്ടർ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധ്യമല്ല ബാബ, എന്നെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ചിട്ട് തിരികെ ഷിരഡിയിൽ നിന്നും മടങ്ങി ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയാണ്. കാരണം അടുത്ത ആഴ്ച വീണ്ടും ഡോക്ടറിനെ പോയി കാണാനുള്ളതാണ്. അപ്പോൾ ഫുൾ പ്രിപ്പേർഡായിട്ട് ഇദ്ദേഹം പോകുന്ന സമയത്ത് ഡോക്ടർ വീണ്ടും ചെക്കപ്പൊക്കെ ചെയ്തതിന് ശേഷം ഡോക്ടർ പറയുകയാണ്, ശാന്താറാം, നമുക്ക് ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഒരു സർജറി എന്ന് പറയുമ്പോൾ അതൊരു മേജർ സർജറിയാണ്. സർജറിയിൽ ചാൻസ് എന്ന് പറയുന്നത് വെറും 50% മാത്രമാണ് ചാൻസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ അത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നമുക്ക് വളരെ വൈകാതെ ആ ഒരു ഓപ്പറേഷൻ മേജർ സർജറിയിലോട്ട് പോകാം. നമുക്കൊരു 50-50 ചാൻസ് മാത്രമേ ഉള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിക്കുന്ന സമയത്ത് ശാന്താറാം നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്നുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തായാലും കൈ നീക്കം ചെയ്യണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അതിനു മുമ്പുള്ള ഒരു ചെറിയ ചാൻസ് പരീക്ഷിക്കാൻ, എൻ്റെ സ്വന്തം റിസ്കിൽ പരീക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സർജറി നടക്കുന്നു. 2 മാസം അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അതിനുശേഷം അദ്ദേഹം ഒന്ന് റിക്കവറായി വരുന്ന സമയത്ത് കയ്യിലേക്ക് കെട്ടഴിക്കുന്ന ദിവസം ഡോക്ടർ ശാന്താറാമിനോട് ഒരു പേപ്പർ പെന്നും കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ശാന്താറാം, ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിലെ വർക്കിംഗ് എന്നൊക്കെ അറിയണമെന്നുണ്ട്. അതുകൊണ്ടൊന്ന് എന്തെങ്കിലും ഈ പേനയൊന്ന് പിടിച്ചൊന്ന് എഴുതാൻ ശ്രമിക്കൂ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആദ്യം എഴുതിയ വാക്കാണ് സായിബാബ എന്നാണ് അദ്ദേഹം ആ ഡോക്ടർ കൊടുത്ത പേപ്പറിൽ എഴുതിയത്. അപ്പം അത് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് തന്നെ ഒരു മാറ്റം അറിയാൻ പറ്റി എന്നുള്ളതാണ്. കാരണം മുൻപ് എഴുതുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന ബുദ്ധിമുട്ടും ഇപ്പോൾ എഴുതുന്നതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി എന്നിൽ എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഒരു 2 മാസത്തിന് ശേഷം അദ്ദേഹം ഹോസ്പിറ്റലിൽ വിടുകയും ശേഷം പതിയെ അദ്ദേഹത്തിന് ഇമ്പ്രൂവ് ആവുകയും ആ കൈ പണ്ടത്തതുപോലെ അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ശേഷം അദ്ദേഹം ഷിരഡിയിൽ പോവുകയും ബാബയെ കണ്ട് വീണ്ടും നന്ദി പറയുകയും അതിനുശേഷം അദ്ദേഹം ബാബയുടെ ഏറ്റവും വലിയൊരു അടുത്ത ഭക്തനായി മാറുകയും ബാബയെക്കുറിച്ച് ബാബ എന്താണ് എങ്ങനെയാണെന്നൊക്കെ വളരെ വിശദമായി അറിയുകയും ഒരു അടിയുറച്ച ബാബ ഭക്തനായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതുപോലെ നമ്മളും ബാബയിൽ അമിതമായി വിശ്വസിച്ചാൽ മാത്രമേ ബാബ നമുക്ക് തിരിച്ച് എന്തെങ്കിലും അനുഗ്രഹങ്ങൾ തരൂ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കൂ എന്നൊന്നുമില്ല. ബാബയെ വെറും അറിയാം എന്നുള്ളൊരു വ്യക്തി മാത്രമായിരുന്നു ശാന്താറാം. പക്ഷേ ആ ഒരു അറിവിലും ബാബ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണ് ബാബ എന്ന സായിബാബ എന്ന വാക്ക് കേൾക്കാനും ബാബ എന്നൊരാൾ ഷിരഡിയിൽ ഉണ്ടായിരുന്നു എന്ന് അറിയാനും ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചതല്ലേ. അപ്പോൾ ഇന്നും നമ്മളിൽ ഓരോരുത്തർക്കും ബാബ എന്ന വ്യക്തിയെ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ, ആ മഹാനെ നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബാബ നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് എപ്പോൾ എങ്ങനെ സംഭവിക്കണമെന്ന് ബാബയ്ക്ക് വ്യക്തമായ ഒരു കാൽക്കുലേഷനുണ്ട്. ബാബയുടെ തീരുമാനപ്രകാരമാണ് ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ. മോശം കാര്യങ്ങളാണെങ്കിൽ എന്തോ നല്ലത് വരാനിരിക്കുന്നതിൻ്റെ സൂചനയായി അതിനെ എടുത്ത് ഈ നിമിഷം അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ബാബ എപ്പോഴും ബാബ തിരഞ്ഞെടുത്ത ഓരോ ഡിവോട്ടീസിൻ്റെ കൂടെയും ബാബ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് എന്താണോ നല്ലത് അത് ബാബ നമ്മളെക്കാൾ അധികം ബാബയ്ക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും നമുക്ക് വേണ്ടി. അതുകൊണ്ട് ഒരു സമയത്തും ഒരിക്കൽ പോലും നമുക്ക് ഒരു ഭയം ഉണ്ടാകാൻ പാടില്ല. സദാ ബാബയെ സ്മരിച്ച് ബാബയുടെ ആ ഒരു ബലം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുക കേട്ടോ. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ബാബ നൽകട്ടെ. ഓം സായിറാം.